രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം നിലപാടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പം കോൺഗ്രസ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് സമസ്തയോട് സംസാരിക്കണമെന്ന് പറഞ്ഞേക്കാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസിന് കൂടിയാണ്. കാരണം കോൺഗ്രസ് ഒന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റേ ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ആളെയൊക്കെ അനുകൂലിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ തന്നെ വലിയ തോതിൽ വിമർശനം ഉണ്ട്. ഇപ്പം കുറേ വോട്ടുകൾ നായർ അല്ലെങ്കിൽ ഈഴവ വോട്ടുകളിൽ നിന്ന് കുറേ വോട്ടുകളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഷിബിലി അറിയേണ്ടത് അതിൽ നിന്നൊരു മേജർ വോട്ടുകൾ കിട്ടുന്നൊരു പാർട്ടിയാണ് ഇപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്നത്. ഭൂരിപക്ഷം അവർക്കല്ലെന്നേ ഉള്ളൂ. ഈഴവ വോട്ടുകളുടെ മഹാഭൂരിപക്ഷം കിട്ടുന്നത് CPM-നൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും അതിൽ നിന്നുള്ള നിരവധി വോട്ടുകൾ കിട്ടിക്കൊണ്ടാണല്ലോ ഷിബിലി ഇപ്പം ഈ കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിലൊക്കെ തന്നെ വലിയ തോതിൽ ജില്ലകളിലൊക്കെ തന്നെ ഇവർ ജയിച്ചു പോകുന്നത് അതുകൊണ്ടല്ലേ. അതുപോലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിനൊക്കെ നിരവധി വോട്ടുകൾ കിട്ടുന്നതുകൊണ്ടല്ലേ ഇപ്പം IV ഈഡനൊക്കെ 2.5 ലക്ഷം വോട്ടിനൊക്കെ കേരളത്തിൽ നിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് ജയിക്കുന്നത്. എറണാകുളം, തൃശ്ശൂർ, അതുപോലെ തന്നെ പത്തനംതിട്ട വരെ കോട്ടയം ജില്ലകളിലൊക്കെ ജയിക്കുന്നത് അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഈ പറയുന്ന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ, പി ജോസഫിൻ്റെ ഗ്രൂപ്പിനൊക്കെ തന്നെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കും.